ജർമ്മനി വന്നിട്ട് എൻ്റെ ആദ്യത്തെ വിൻ്ററാണ് ഈ വരാൻ പോണത്. അപ്പോൾ എൻ്റെ കയ്യിൽ ജാക്കറ്റ് ഒന്നുമില്ല. ഞാൻ സമ്മർ ഇൻടേക്കിൽ വന്നതുകൊണ്ട് ജാക്കറ്റ് ഇവിടെ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനും പിന്നെ എൻ്റെ കൂട്ടുകാരന്മാരും കൂടി ജാക്കറ്റ് തപ്പാൻ ഇറങ്ങിയതാണ്. അവന്മാരൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്കാണ് ജാക്കറ്റ് ഇല്ലാത്തത്. അപ്പോൾ കൂട്ടുകാരൻ എൻ്റെ റൂംമേറ്റ് പറഞ്ഞു പുള്ളാമ്പേറിൻ്റെ അടിപൊളി ജാക്കറ്റ് ഉണ്ട്, 39 യൂറോ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ സ്കൈലൈൻ പ്ലാറ്റ്സ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, അവിടെ പോയിട്ട് പുള്ളാമ്പേറിൽ കയറി. പക്ഷേ എനിക്ക് വിലയൊക്കെ ഓക്കെ കൺവിൻസിങ് ആണ്, പക്ഷേ ജാക്കറ്റ് കുറച്ചും കൂടി മെച്ചം വരാനുണ്ടെന്ന് എനിക്ക് തോന്നി. പിന്നെ കൂട്ടുകാരന്മാർ പറഞ്ഞു ഇവിടുന്ന് എടുക്കണ്ട ബേഷ്ക്കാൻ എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അവിടെ സാറയുണ്ട്, അപ്പോൾ സാറയിലൊന്ന് കയറി അവിടെ കയറിയപ്പോഴും എനിക്ക് പ്രത്യേകിച്ച് നല്ല ജാക്കറ്റൊക്കെ നല്ലതാണ്, പക്ഷെ കുറച്ചും കൂടി ക്വാളിറ്റി ബേഷ്ക്കല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പിന്നെ അവിടെ നിന്ന് എടുക്കാനുള്ള തോരേ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി മെസ്സേലായിരുന്നു, ഫ്രാൻക്ഫർട്ട് മെസ്സേലായിരുന്നു ഈ പറഞ്ഞ പുള്ളാമ്പേറും സാറയൊക്കെ. അപ്പോൾ അവിടെ നിന്ന് ഇനി ഹോപ്പ് ടു ആക്കി പോകണം. അങ്ങനെ ഞങ്ങൾ ട്രാമിൽ പോയി ഹോപ്പ് ടു ആയി എത്തി. അവിടെ നിന്ന് ബേഷ്കയിൽ കയറിയപ്പോഴാണ് ട്വിസ്റ്റ്. ജാക്കറ്റ് ഉണ്ട്, നല്ല കിടിലൻ ജാക്കറ്റ് ഉണ്ട്, 60 യൂറോയുടെ ഒരു കിടിലൻ ജാക്കറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്യാപ്പ് ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ക്യാപ്പുള്ള ടൈപ്പ് എടുക്കാനാണ് താല്പര്യം. അപ്പോൾ കൂട്ടുകാരൻ പറഞ്ഞു ക്യാപ്പുള്ളതിന് 40 യൂറോൻ്റെ ഉണ്ട്, അതിപ്പോൾ ഇവിടെ കഴിഞ്ഞിരിക്കുന്നതാണ്. അവിടെ ചോദിച്ചപ്പോഴും അങ്ങനെ പറഞ്ഞേ. അപ്പം ഞാൻ വെറുതെ വന്ന പോലെ ഇനിയിപ്പോൾ എന്തായാലും വരും, സ്റ്റോക്ക് വരും. അപ്പം ഇനി വന്നിട്ട് എടുക്കണം. ഇവിടെ അടിപൊളി കളക്ഷനാണ് ഡ്രസ്സിൻ്റെ ഒക്കെ, മെൻസിനാണെങ്കിലും വിമൻസിനാണെങ്കിലും നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള കളക്ഷനാണ്. പ്രൈമാർക്കിൽ ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു, ഞാൻ പറഞ്ഞിരുന്നു പ്രൈമാർക്കിൽ അഫോർഡബിൾ ആണെന്ന്. സംഭവം ശരി, അഫോർഡബിൾ ആണ് പ്രൈമാർക്കിൽ, പക്ഷേ ക്വാളിറ്റി നമുക്ക് ബേഷ്കായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കുറവാണ്. പക്ഷേ ബേഷ്ക എൻ്റെ ഒരു അഭിപ്രായത്തിൽ അഫോർഡബിൾ ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അഫോർഡബിൾ അല്ല, പ്രൈസ് ഉണ്ട്, നല്ല രീതിക്ക് പ്രൈസ് ഹൈക്ക് ഉണ്ട്, കമ്പാരിറ്റീവ്ലി ഡബിളാണ് പ്രൈമാർക്കിൻ്റെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ ക്വാളിറ്റി അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ പ്രത്യേകിച്ചൊന്നും വാങ്ങിയില്ല. കൂട്ടുകാരന്മാരൊക്കെ ജസ്റ്റ് ഞങ്ങളെല്ലാവരും ഒന്നും ജസ്റ്റ് അവിടെ ചുറ്റി കറങ്ങി വീഡിയോ ഒക്കെ എടുത്ത് പിന്നെ തിരിച്ചു പോന്നു. പിന്നെ പുറത്തിറങ്ങിയ പിന്നെ വൈകുന്നേരമായി. അങ്ങനെ ഞങ്ങള് KFC കയറി. പുറത്തിറങ്ങിയ പിന്നെ ഫുഡ് കഴിക്കണമല്ലോ, അങ്ങനെ KFC കയറി ചിക്കനൊക്കെ കഴിച്ച് പിന്നെ തിരിച്ചു വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ ഗൈസ്, ബൈ.